ഇന്ത്യൻ ക്ലാസിക് ഫ്യൂഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്നൊരു സിമ്പിളായിട്ടുള്ള ഒരു പിസ്ത ട്രസ്ലെച്ചസ് കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഒരു കപ്പ് മൈദ മാവ് അളന്ന് ഒരു സ്റ്റെയിനറിലോട്ട് ഇട്ട് കൊടുത്ത് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഇങ്ങനെ വടിച്ച് അളന്നെടുത്ത 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് നന്നായിട്ട് 3 തവണ ഇതൊന്ന് നന്നായി സീവ് ചെയ്തെടുക്കണം. നമ്മുടെ കേക്ക് നല്ല ഫ്ലഫി ആയിട്ടും നല്ല സോഫ്റ്റായിട്ട് കിട്ടാനും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്തൊരു മസ്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണിത്. കട്ടകൾ വല്ലതും ഉണ്ടെങ്കിൽ ഉടച്ചു കൊടുത്ത് നല്ലവണ്ണം 3 തവണ സീവ് ചെയ്തെടുക്കണം. ഞാൻ ഇതുപോലൊരു ഷീറ്റ് വിരിച്ചിട്ട് അതിലേക്ക് തട്ടി ഇതുപോലെയാണ് അരിച്ചെടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന മൈദയും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടില്ലാത്തത് വേണം, അതായത് ഫ്രഷ് ആയിട്ടുള്ളത് വേണം യൂസ് ചെയ്യാനായിട്ട്. അതും കേക്കിൻ്റെ ബേക്കിങ്ങിന് അറിഞ്ഞിരിക്കേണ്ട നല്ലൊരു സ്റ്റെപ്പാണ്. 3 തവണ അരിച്ച് ഇതുപോലെ നമുക്ക് ഒരു ബൗളിലേക്ക്, ഡ്രൈ ആയിട്ടുള്ള ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്നുകൂടി നമ്മുടെ വിസ്ക് വെച്ചും കൂടി ഞാൻ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇൻഗ്രീഡിയൻസ് അരിച്ച് മാറ്റിക്കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഓവൻ സെറ്റപ്പ് ഒന്ന് ചൂടാക്കുകയാണ്. പ്രീഹീറ്റ് ചെയ്യാൻ ഗ്യാസ് ഫ്ലെയിം ഓൺ ചെയ്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ ഓവൻ സെറ്റപ്പ് എടുത്ത് വെച്ച് കൊടുക്കുകയാണ്. അകത്തൊരു റിങ്ങും അതിന് മേലൊരു പ്ലേറ്റും വെച്ച് മൂടി ഒരു മീഡിയം ഫ്ലെയിമിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തെടുക്കാം. വെറ്റായിട്ടുള്ള ഒരു മിക്സിംഗ് ബൗൾ എടുത്ത് അതിലേക്ക് 3 മുട്ട നമുക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിലേക്ക് 1 സ്പൂൺ വാനില എസൻസും 1/2 കപ്പ് പൊടിക്കാത്ത പഞ്ചസാരയും കൂടി ചേർത്ത് ഫസ്റ്റ് സ്പീഡിൽ നിന്ന് തന്നെ നമുക്ക് ബീറ്റ് ചെയ്ത് തുടങ്ങാം. ഏകദേശമൊക്കെ ഒന്ന് ഫ്ലഫി ആവാൻ പോകുന്നുണ്ട്. ആ സമയത്ത് നമുക്കിതിലേക്ക് അല്പം പിസ്ത എസൻസ് ചേർത്ത് കൊടുക്കാം. പിസ്ത ഫ്ലേവർ ട്രസ്ലെച്ചസ് കേക്കാണ് നമ്മളിന്നിവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കിതിലേക്ക് പിസ്ത കളർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഒന്നുകൂടി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഷുഗറൊക്കെ അളന്നെടുത്ത അതേ കപ്പിൽ 1/4 കപ്പ് അളവിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അല്ലെങ്കിൽ മെൽറ്റഡ് ബട്ടറോ മറ്റോ യൂസ് ചെയ്യാം. ഓയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ സ്ലോ സ്പീഡിലിട്ട് ഒരു 30 സെക്കൻഡ് മാത്രം നമുക്ക് ബീറ്റ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഓയിലൊന്ന് മിക്സായി വരണം, പക്ഷേ ഓവർ ബീറ്റ് ആവാനും പാടില്ല. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് താഴെ അളവിൽ പാലും കൂടെ ഒഴിച്ച് കൊടുത്ത് ഒന്നും കൂടി സ്ലോ സ്പീഡിലിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് അല്പം വീതം ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ വേണം നമ്മളിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഫൈനലായിട്ട് ഇതിലേക്ക് ഏകദേശം ഒരു ചെറിയ സ്പൂൺ അളവിൽ അല്പം വിനീഗർ കൂടെ ഒഴിച്ച് കൊടുത്ത് ഒന്നുകൂടി മിക്സ് ചെയ്ത് നമുക്കിത് ബേക്കിംഗ് ട്രേയിലോട്ട് മാറ്റാം. നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന കേക്ക് നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുത്ത് എയർ ബബിൾസൊക്കെ ഒന്ന്
കളഞ്ഞെടുത്ത് ഒരു സ്ക്വയർ ഉപയോഗിച്ച് നന്നായിട്ട് ഇളക്കി കൊടുത്ത് നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. ചൂടാക്കി കിടക്കുന്ന ഓവൻ സെറ്റപ്പിലേക്ക് കേക്ക് ടിൻ ഇറക്കി വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു 30-35 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കേക്ക് എങ്ങനെയായിട്ടുണ്ടെന്ന് നോക്കാം. ഇത് നല്ലവണ്ണം ബേക്കായിട്ട് ഒരു സ്ക്വയർ കൊണ്ട് കുത്തി നോക്കാം. ഇത് നല്ലവണ്ണം ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ നല്ല സ്പഞ്ചായിട്ട് കിട്ടിയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്ത് ഡിമോൾഡ് ചെയ്യാം. സിയോണയുടെ വിപ്പിംഗ് ക്രീമാണ് ഞാൻ ഫ്രോസ്റ്റിങ്ങിനായിട്ട് ഉപയോഗിക്കുന്നത്. ഇത് ഇവിടെ ഓപ്പൺ എന്ന് പറഞ്ഞ ആ സ്പേസിൽ കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിവിടെ ഒരു ആരോ കൊടുത്തിട്ടുണ്ട്. ആ ഭാഗത്ത് ഇങ്ങനെ കൊടുക്കുമ്പം ഇത് കട്ടായി കിട്ടും. നമ്മൾ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കാൻ ഉപയോഗിക്കുന്ന ബ്ലേഡും ബൗളും ഒക്കെ നല്ലവണ്ണം ഫ്രീസ് ചെയ്തതിന് ശേഷം ഒട്ടും വെള്ളമില്ലാതെ തുടച്ചെടുത്ത് അതിലേക്ക് ഇപ്പോഴാവശ്യത്തിനുള്ള ഒരു 1.25 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഞാനിപ്പോൾ ആവശ്യത്തിന് എടുക്കുന്നത്. ഇപ്പോഴുള്ള ആവശ്യത്തിന് എടുത്തതിന് ശേഷം ബാക്കി ഞാൻ അതുപോലുള്ള 2 സ്റ്റോറേജ് കണ്ടെയ്നറിലാക്കി ഫ്രീസറിൽ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സ്ലോ സ്പീഡിൽ തുടങ്ങി നമുക്ക് വിപ്പ് ചെയ്ത് തുടങ്ങാം. ഇതിലേക്ക് ഫ്ലേവറിനായി അല്പം വാനില എസൻസ് കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് നന്നായി ബീറ്റ് ചെയ്യാം. ഈ ഒരു സ്റ്റേജിലായി കഴിഞ്ഞാൽ, അതായത് നമ്മളെ ബൗള് കമഴ്ത്തുമ്പോൾ വീഴാത്ത രീതിയിലായി കഴിഞ്ഞാൽ നമുക്ക് ഇത് ബീറ്റ് ചെയ്ത് നിർത്താം. 2 ബൗളിലേക്ക് സെപ്പറേറ്റ് ചെയ്ത് ഒന്ന് ആദ്യം മാറ്റി വയ്ക്കുക. അത് ഫ്രീസറിൽ വെച്ചിട്ടുണ്ട്. അടുത്ത ബൗളിലുള്ളതിൽ അല്പം പിസ്ത കളർ കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടി ഒരു ചെറിയൊരു ബീറ്റ് കൊടുക്കാം. ഇതും ക്ലോസ് ചെയ്ത് ഫ്രീസറിൽ വയ്ക്കുകയാണ്. ഇതിലേക്കൊരു മിൽക്ക് സോസ് ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഏകദേശം 1 കപ്പോളമുള്ള പാൽ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് തിളപ്പിച്ച് കുറുക്കിയെടുക്കണം. പാൽ ഏകദേശം ചൂടായി വരുന്നുണ്ട്. ഇതിലേക്ക് ഒരു 5 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്ത് നല്ലവണ്ണം മിക്സായതിന് ശേഷം, പാലും പഞ്ചസാരയും നല്ലവണ്ണം മിക്സായതിന് ശേഷം ഒരു ഗ്ലാസ് തിളച്ച വെള്ളത്തിലേക്ക് ഒരു 8 ടേബിൾ സ്പൂൺ പാൽപ്പൊടി മിക്സ് ചെയ്തതും കൂടി ചേർത്ത് കൊടുത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ലവണ്ണം ഒന്ന് കുറുക്കിയെടുക്കാം. കണ്ടൻസ്ഡ് മിൽക്കിന് പകരം ആണ് പാൽപ്പൊടി 8 ടേബിൾ സ്പൂൺ പാൽപ്പൊടി, 1 കപ്പ് തിളച്ച വെള്ളത്തിൽ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി നന്നായി തിളച്ച് ഇതിൻ്റെ ഒരു പകുതി കൺസിസ്റ്റൻസിയിൽ, അതായത് പകുതിയാവണം. ഇത് കുറുക്കിയെടുക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. തിളച്ച് തൂകിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കൂടെ നിന്ന് വേണം ഇത് ഇളക്കി കൊടുക്കാനായിട്ട്. ഫ്ലെയിമൊക്കെ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചും വെച്ച് കൊടുക്കാവുന്നതാണ്. ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും ഷുഗർ അല്പം കുറവായിരുന്നത് കൊണ്ട് തന്നെ ഞാനൊരു 3 സ്പൂൺ കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നന്നായി ഇളക്കി കുറുക്കിയെടുക്കാം. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന വിപ്പിംഗ് ക്രീം കൂടി കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു കേക്ക് ടേൺ ടേബിളിലേക്ക് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ടായിരുന്ന സ്പഞ്ച് കേക്ക് വെച്ചിട്ട് അതൊന്ന് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് 2 പീസായിട്ട് മുറിച്ചെടുക്കാം. ഞാൻ 2 പീസേ ആക്കുന്നുള്ളൂ.
നല്ലൊരു നൈലോൺ ത്രെഡ് ഉപയോഗിച്ച് നമ്മൾ മാർക്ക് ചെയ്ത് വശത്തൂടി ഇങ്ങനെ വലിച്ചെടുത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ പൊടിയാതെ തന്നെ ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇത് കണ്ടില്ലേ, വളരെ ഈസി ആയിട്ട് തന്നെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്ന വിപ്പിംഗ് ക്രീം കുറച്ചൊന്ന് ഇതിലേക്ക് സെറ്റ് ചെയ്ത് കൊടുത്ത് നമ്മൾ റെഡിയാക്കിയ കട്ട് ചെയ്തെടുത്ത് സ്പഞ്ച് കേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന തണുക്കാനുണ്ടായിരുന്ന സോസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. നല്ല രീതിയിൽ കുതിർന്ന് വരുന്ന ഒരു രീതിയിൽ വേണം സോസ് ഒഴിച്ചു കൊടുക്കാൻ. നല്ല രീതിയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ക്രീം ഇതിലേക്ക് ഇട്ട് നന്നായിട്ട് ലെവൽ ചെയ്ത് വെക്കാം. ഒന്ന് കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള പിസ്താഷ്യസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അടുത്ത ലെയറും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലും കൂടി നമ്മുടെ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരുവിധം ക്രം കോട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രീസറിൽ വയ്ക്കാം. കോട്ട് ചെയ്തതിലേക്ക് നമുക്ക് പിസ്ത കളർ ചെയ്ത വിപ്പിംഗ് ക്രീം കൂടി നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ലുക്കിലാണ് നമ്മൾ നല്ലവണ്ണം ഫിനിഷ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനിയും നമുക്ക് കുറച്ചുകൂടി ബാക്കിയുണ്ട് ജോലികൾ. ഒരു ഗ്ലാസ്സിലേക്ക് 2 സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുത്ത് അല്പം വെള്ളവും കൂടി ചേർത്ത് നല്ലൊരു മിക്സ് തയ്യാറാക്കി വയ്ക്കാം. ഒരു പാനിലേക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുത്ത് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ഒരു 2 സ്പൂൺ മിൽക്ക് പൗഡർ ചേർത്ത് കൊടുത്ത് കട്ടയൊക്കെ ഒന്ന് മാറ്റി ഇതൊന്ന് ചൂടാക്കാം. ഇനി ഇതിലേക്ക് 5 ടേബിൾ സ്പൂൺ ഷുഗർ കൂടി ആഡ് ചെയ്ത് കൊടുത്ത് ഇതൊന്ന് ഷുഗർ മെൽറ്റായി ഇതുമായിട്ട് ആഡ് ചെയ്ത് വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഷുഗർ മെൽറ്റായി പാൽ തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന കോൺഫ്ലോർ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇത് സ്ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് നന്നായിട്ട് ഒന്ന് കുറുക്കിയെടുക്കാം. ഇത് കുറുകി വരുമ്പോഴേക്ക് ഇതിലേക്ക് അല്പം ബട്ടറും ഇട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ പിസ്ത കളർ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന സോസ് പതിയെ ഇതിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഒഴിച്ച് കൊടുക്കുമ്പോൾ തന്നെ അത് നല്ലവണ്ണം സ്പ്രെഡായി കിട്ടും. മഴക്കാലമായതുകൊണ്ട് അത്യാവശ്യം നല്ല ഈച്ചയുടെ ശല്യമൊക്കെ ഉള്ളതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കേക്കിൻ്റെ പ്രിപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് ഒരു ഡിസ്റ്റർബൻസ് ആണ്. നമ്മളിത് ഐസിങ് നൈഫ് വെച്ചിട്ട് ഇതൊന്നിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സിമ്പിൾ ഫ്ലവർ വെച്ചാണ് ഞാനിത് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നത്.
നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ്. ഈ ഒരു വീഡിയോ നമ്മുടെ കേക്ക് കണ്ടോ, വായിലിട്ടാൽ അരിഞ്ഞു പോകുന്ന തരത്തിലുള്ള അത്രയ്ക്കും സോഫ്റ്റായിട്ടുള്ള കേക്കാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.